ലോകകാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് ശ്മശാനങ്ങളിൽ വെണ്ണീറണിഞ്ഞ് എപ്പോഴും ധ്യാനത്തിലിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യോഗിയായ സാക്ഷാൽ പരമശിവനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ ഈ വലിയ പ്രപഞ്ചത്തിന്റെ താളം ശരിയായി നിലനിർത്താൻ ശിവൻ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ബ്രഹ്മാവിന് തോന്നി. അതിനായി ബ്രഹ്മാവ് വലിയൊരു പദ്ധതി തന്നെ തയ്യാറാക്കി. എങ്ങനെയാണ് ഈ കുടുംബസന്യാസി ഒരു കുടുംബസ്ഥനായത് എന്ന ഈ മനോഹരമായ കഥ നമുക്കിന്ന് നോക്കാം. ഇത്രയും വലിയൊരു സന്യാസിയായ ശിവന്റെ മനസ്സ് മാറ്റാൻ ആർക്കാണ് സാധിക്കുക? വേറെ ആർക്കുമല്ല. അതിന് സാക്ഷാൽ പരാശക്തിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ബ്രഹ്മാവ് പരാശക്തിയോട് പ്രാർത്ഥിച്ചു. ശിവന്റെ ഹൃദയം കവരാൻ താൻ ഒരു സാധാരണ മനുഷ്യസ്ത്രീയായി ഭൂമിയിൽ ജനിക്കാമെന്ന് ദേവി ബ്രഹ്മാവിന് ഉറപ്പും നൽകി. അങ്ങനെ ദക്ഷരാജാവിന്റെയും പ്രസൂതിയുടെയും മകളായി ദേവി ജനിച്ചു. അവൾക്ക് സതി എന്ന് പേരിട്ടു. വളരെ വലിയ രാജകീയ ചുറ്റുപാടിലാണ് അവൾ വളർന്നത്. പക്ഷെ കുഞ്ഞുനാൾ മുതൽക്കേ അവൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കൊട്ടാരത്തിലെ പണത്തിലോ സ്വർണത്തിലോ ഒന്നും അവൾക്ക് യാതൊരു താൽപ്പര്യവുമില്ലായിരുന്നു. കൈലാസത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ആ വലിയ യോഗിയോട് മാത്രമായിരുന്നു അവൾക്ക് മനസ്സുകൊണ്ട് വലിയൊരു അടുപ്പം തോന്നിയിരുന്നത്. ഇവിടെ നമ്മള് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദക്ഷനും ശിവനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ദക്ഷൻ വലിയ ചിട്ടകളും സമ്പത്തും അധികാരവുമൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയൊരു രാജാവാണ്. എന്നാൽ ശിവനോ ഭസ്മം പൂശി മൃഗത്തോൽ ധരിച്ച് നടക്കുന്ന ഒരാൾ. ഈ വലിയ വ്യത്യാസം കാരണം സതി വലുതായപ്പോൾ ദക്ഷന് ഉള്ളിന്റെ ഉള്ളിൽ വലിയ പേടിയായിരുന്നു. സതിക്ക് വിവാഹപ്രായമായപ്പോ ദക്ഷൻ വലിയ രാജകുമാരന്മാരെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവൾ ആ വലിയ പ്രഖ്യാപനം നടത്തിയത്. താൻ വിവാഹം കഴിച്ചാൽ അത് പരമശിവനെ മാത്രമേ കഴിക്കൂ എന്ന് സതി തീർത്തു പറഞ്ഞു. ഇത് കേട്ടതും ദക്ഷന് വല്ലാത്ത ദേഷ്യം വന്നു. ഇനി ശിവനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അദ്ദേഹം വിലക്കി. എന്നാൽ സതി ഇതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ കിടന്നാൽ ആ മഹാദേവനെ കിട്ടില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ തന്റെ വിലകൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം ഉപേക്ഷിച്ചു. ആരും അറിയാതെ അവൾ ആ കൊട്ടാരത്തിന്റെ പടിയിറങ്ങി. ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, സതിയുടെ കഠിനമായ തപസ്സിന്റെ നാളുകൾ. ഒരു രാജകുമാരിയായ അവൾ ആദ്യം കൊട്ടാരം ഉപേക്ഷിച്ചു. പിന്നെ കാട്ടിലെ കൊടും ചൂടും തണുപ്പും ഒന്നും വകവെക്കാതെ അവൾ നടന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ അവൾ ഭക്ഷണവും വെള്ളവും പോലും വേണ്ടെന്ന് വെച്ചു. ഒടുവിൽ വർഷങ്ങളോളം രാവും പകലും പരമശിവനെ മാത്രം മനസ്സിൽ വിചാരിച്ച് അവൾ കഠിനമായി തപസ്സു ചെയ്തു. ആ സമർപ്പണം അത്രത്തോളം വലുതായിരുന്നു. ഇതൊരു സാധാരണ പ്രണയമായിരുന്നില്ല കേട്ടോ. സതിയുടെ ഭക്തി അത്രത്തോളം പരിശുദ്ധമായിരുന്നു. ഈ പ്രപഞ്ചത്തിനു മുന്നിൽ അവൾ തന്റെ ആഴത്തിലുള്ള ആത്മീയ ബന്ധം തെളിയിക്കുകയായിരുന്നു. അവളുടെ ലക്ഷ്യം ശിവൻ മാത്രമായിരുന്നു. മറ്റൊന്നും അവൾക്ക് വേണ്ടായിരുന്നു. ആ കഠിനമായ തപസ്സിന്റെ ചൂട് ഒടുവിൽ എവിടെ വരെ എത്തിയെന്നോ? നേരെന്ന് കൈലാസത്തിൽ. വർഷങ്ങളായി കണ്ണടച്ച് ധ്യാനത്തിലിരുന്ന ആ പരമശിവൻ പോലും ആ ഭക്തിയുടെ ശക്തി അറിഞ്ഞു. അങ്ങനെ ഒടുവിൽ പ്രപഞ്ചനാഥന്റെ ആ വലിയ ധ്യാനം മുറിഞ്ഞു. തനിക്കുവേണ്ടി ഒരു രാജകുമാരി കൊടും കാട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ട് ശിവന്റെ സന്യാസഭാവം അലിഞ്ഞുപോയി. അങ്ങനെ കാട്ടിൽ കഠിനമായി തപസ്സു ചെയ്യുന്ന സതിയുടെ മുന്നിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവനെ നേരിട്ട് കണ്ടയുടനെ തന്നെ വിവാഹം കഴിക്കാമോ എന്ന് സതി ചോദിച്ചു. സതി തന്റെ പാതയാണല്ലോന്ന് ശിവന് നന്നായി അറിയാമായിരുന്നു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ആ ആവശ്യം അംഗീകരിച്ചു. ഇനി വിവാഹം നടത്തണമല്ലോ. അതിനായി ശിവൻ ബ്രഹ്മാവിനെ ദക്ഷന്റെ അടുത്തേക്ക് അയച്ചു. ദക്ഷന് ഇതിനോട് ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. എന്നാലും സ്വന്തം അച്ഛനായ ബ്രഹ്മാവ് ആവശ്യപ്പെട്ടതുകൊണ്ട് വലിയ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അദ്ദേഹം വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹ ദിവസം ശരിക്കും ഒരു വലിയ കാഴ്ച തന്നെയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് സ്വർണമണിഞ്ഞു നിൽക്കുന്ന ദക്ഷന്റെ രാജകീയ അതിഥികൾ, മറുവശത്തോ രൂപമില്ലാത്ത, കണ്ടാൽ തന്നെ പേടിവരുന്ന ശിവന്റെ ഭൂതഗണങ്ങൾ. ഒട്ടും ചേരാത്ത രണ്ട് ലോകങ്ങൾ ഒന്നിക്കുന്ന ദിവസമായിരുന്നു അത്. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു. സതി തന്റെ കൊട്ടാരവും അവിടുത്തെ സ്വർണവും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വളരെ സന്തോഷത്തോടെ ശിവന്റെ കൈപിടിച്ച് കൈലാസത്തിലെ മഞ്ഞുമലകളിലേക്ക് യാത്ര തിരിച്ചു. പ്രപഞ്ചത്തിന്റെ നാഥനോടൊപ്പം ലളിതമായൊരു ജീവിതം നയിക്കാൻ അവൾ പൂർണ്ണമായും തയ്യാറായിരുന്നു. അങ്ങനെ പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്താൻ അവരൊന്നിച്ചു. എന്നാൽ ദക്ഷന്റെ ഉള്ളിലെ പക അവിടെയൊന്നും തീർന്നിരുന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ഈ വിവാഹം.
ദക്ഷയാഗം എന്ന ആ വലിയ കഥ നമ്മൾ വരും ദിവസങ്ങളിൽ തീർച്ചയായും സംസാരിക്കുന്നതാണ്. ആ കഥ കേൾക്കാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.